നമസ്കാരം. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള 12 മാസക്കാലത്തെ സമ്മിശ്ര ഫലങ്ങളാണ്. 2025 തീരാൻ 3-4 മാസമൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും 2025ൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കാം. സമ്മിശ്ര ഫലങ്ങളാണ് നിങ്ങൾക്ക് രോഹിണി നക്ഷത്രക്കാർക്ക്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദോഷങ്ങൾ മാറി ഗുണങ്ങളിലേക്ക് എത്തിപ്പെട്ട് എങ്കിലും ഒരു വരുമാനം ഇല്ലാതിരുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് 2025 മധ്യത്തോടുകൂടി ചെറിയ വരുമാനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുകയും ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് ആദായമൊക്കെ നിങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി ബെറ്ററായിട്ട് 2026 നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതാണ്. 2026 ജൂൺ 2 മുതൽ വ്യാഴം നിങ്ങൾക്ക് 3-ലാണ് ഗോചരം ചെയ്യുന്നത്. 3-ലെ വ്യാഴം എന്ന് പറയുമ്പോൾ ഗുണം കൊണ്ടുതരും എന്ന് മുഴുവനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്തമോ അല്ലെങ്കിൽ തുളസിമാലയോ ത്രിമധുരമോ തൃക്കയ്യിൽ വെണ്ണയോ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. വിഷ്ണു സഹസ്രനാമം മാത്രം പാരായണം ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ടെന്നല്ല പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഭാഗ്യസൂക്തം കൂടെ നിങ്ങൾ നിരന്തരമായിട്ട് പാരായണം ചെയ്യുന്നത്, ശ്രീ സൂക്തം ഭാഗ്യസൂക്തമൊക്കെ പാരായണം ചെയ്താൽ നമുക്ക് കുറേയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ രോഹിണി നക്ഷത്രക്കാർക്ക് മൊത്തത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വിനയായിട്ട് വരികയും തിരിച്ചടികളൊക്കെ വന്നു ചേരാം. നേരത്തെ നിങ്ങൾ ചെയ്തു വച്ചിട്ടുള്ള ചില മണ്ടത്തരങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വിനയായിട്ട് തിരിച്ച് വന്നു കയറുന്നൊരു വർഷമാണ് 2026. സ്വത്ത് തർക്കങ്ങൾ, അതുപോലെ അർത്ഥനാശം, യാത്രാക്ലേശമൊക്കെ ഉണ്ടാകും. ദൂരയാത്രകളൊക്കെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് ധനനഷ്ടവും യാത്രാക്ലേശവും വന്നു ചേരുന്നുണ്ട്. ദീർഘദൂര യാത്രകളൊക്കെ നിങ്ങൾക്ക് ധാരാളം ചെയ്യേണ്ടതായിട്ട് വരാം. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കൊക്കെ ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്നൊരു വർഷമാണ് 2026. അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വന്നു ചേരാം. അതുകൊണ്ട് അത്യാവശ്യമുള്ള യാത്രകൾ മാത്രം തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിരിക്കും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും വിജയിക്കുവാനും അത് വിജയത്തിലേക്ക് എത്തിക്കുവാനും കഠിനമായിട്ട് പരിശ്രമിക്കേണ്ടി വരുന്നൊരു വർഷമാണ്. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാമെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് താമസം വന്നേക്കാം. പുതിയ സംരംഭമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കുറച്ച് താമസം വന്നേക്കാം. വിദേശയാത്ര ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന, വിദേശത്ത് ജോലിക്കോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. കുടുംബത്തിലെ കലഹ സാധ്യതകൾ, പങ്കാളിയുമായിട്ടോ സന്തതികളുമായിട്ടോ ഒക്കെ കലഹ സാധ്യതകളൊക്കെ ഉണ്ടാകാം. കുടുംബത്തിൽ പൊതുവെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നൊരവസരങ്ങളൊക്കെ വന്നു ചേരാം. സന്താനങ്ങളുടെ പഠനം, അതുപോലെ തന്നെ അവരുടെ രോഗാരിഷ്ടതകളൊക്കെ മൂലം ധനവ്യയം വന്നു ചേരുന്നുണ്ട്. ശത്രുക്കളെ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങളുടെ ശത്രുശല്യം നല്ലതുപോലെ ഉണ്ടാകാം. സാമ്പത്തിക കാര്യത്തിലൊക്കെ നിങ്ങൾ ഉപദ്രവിച്ചേക്കാം. ചിരകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഭവന നിർമ്മാണം അല്ലെങ്കിൽ ഭവനം പുതുക്കി പണിയുക, ഇതുമൊക്കെ സാധ്യമാകുന്ന വർഷമാണ്. വാടക വീടാണെങ്കിൽ പോലും നിങ്ങൾക്കത് മാറി വേറൊരു വീട്ടിലേക്ക് താമസയോഗ്യമാകുന്ന രീതിയിലേക്ക് വീട് മാറാനൊക്കെ സാധ്യമാകുന്നതാണ്. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനവും അംഗീകാരവും കീർത്തിയും ഒക്കെ ലഭിക്കുന്ന വർഷമാണ് 2026. കൂടുതൽ ദോഷ ഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഫലങ്ങൾ ഉണ്ടാകുന്നതിനുമായിട്ട് ഹനുമാന് വെറ്റിലമാലയോ കുങ്കുമാർച്ചനയോ നടത്തുകയും ശനിയാഴ്ച ദിവസം ശിവങ്കൽ, ധാര, കൂവളമാല, ജലധാര ഇതുപോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. ശനിയാഴ്ച ദിവസം എള്ളെണ്ണ തേച്ച് കുളിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വളരെ ഉചിതമായിരിക്കും.